നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഭരണ പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ മന്ത്രി ആയിരിക്കുമ്പോൾ കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകൾ വലിയ വിജയം നേടിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും KSRTC ഈ വകുപ്പിൽ മുൻ ഗതാഗത മന്ത്രി R ബാലകൃഷ്ണ പിള്ള കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. അതിൽ അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച മന്ത്രി എന്ന ദുഷ്പേരും മന്ത്രി ഗണേഷ് കുമാറിന്റെ അച്ഛൻ മന്ത്രി ബാലകൃഷ്ണ പിള്ളയ്ക്ക് സ്വന്തം. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടുവാനുള്ള ഗണേഷിന്റെ സ്വഭാവ രീതി കേരളത്തിന് പണ്ടേ സുപരിചിതമാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ മാഫിയ നടത്തുന്നു, അവിടെ കോടികളുടെ പണം വെട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തൽ. ഈ ഗണേഷ് കുമാർ അദ്ദേഹത്തെ സ്വന്തമായി വലിയ രീതിയിൽ പരസ്യം ചെയ്യുന്ന ആൾ കൂടിയാണ്. പണി ചെയ്ത റോഡ് കുത്തിപ്പൊളിച്ച് റോഡിൽ ടാറില്ലെന്ന് കണ്ടെത്തുക, കെട്ടിട നിർമ്മാണത്തിൽ മണലിന്റെയും സിമന്റിന്റെയും അനുപാതം ശരിയല്ല എന്ന് തെളിയിക്കുക, ശേഷം ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പരസ്യമായി ശകാരിക്കുക. ഇത്തരം കലാപരിപാടികൾ ഒരു പരിധിവരെ നല്ലത് തന്നെ. പക്ഷെ ഈ പ്രവൃത്തികൾ ചെല്ലും ചെലവും നൽകി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ബ്ലോഗർമാരെ വെച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് വൻ രീതിയിൽ PR വർക്കുകൾ ചെയ്ത് താൻ വലിയ കേമനാണ് എന്ന് തെളിയിക്കുവാനുള്ള ഈ സ്വയം പുകഴ്ത്തൽ പരിപാടി, ഇത് മലയാളികൾ നന്നായി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം മാത്രം തിരിച്ചറിയുന്നില്ല. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നത് എടുത്താൽ പൊങ്ങാത്ത ഭാരമായി മാറിയിരിക്കുന്നു. അതെല്ലാ ഡ്രൈവിംഗ് സ്കൂളുകൾക്കും മനസ്സിലായിരിക്കുന്നു. അവർ പ്രതിഷേധ സമരങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവും ഒക്കെയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തങ്ങൾ തയ്യാറാണെന്നും പക്ഷേ വലിയ സാമ്പത്തിക ചിലവുള്ള ഈ രീതികൾ നടപ്പിലാക്കുന്നത് ഘട്ടം ഘട്ടമായി വേണം എന്നുമാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ അഭ്യർത്ഥന. അത് 100% ന്യായവുമാണ്. പക്ഷേ താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന പിടിവാശിയിലാണ് നമ്മുടെ വാഹനമന്ത്രി. ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ വെറും കഴിവുകെട്ടവനായി ചിത്രീകരിച്ചുകൊണ്ട് KSRTCയിൽ നടക്കുന്നത് വൻ അഴിമതിയാണെന്നും ഇതൊക്കെ താൻ ഒറ്റ ദിവസം കൊണ്ട് തലകീഴായി മറിക്കും എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ആന വലിപ്പത്തിലുള്ള ആത്മപ്രശംസ നടത്തി മന്ത്രി ഇത്തരം നാടകങ്ങൾ സ്ഥിരമായി ഇപ്പോൾ മുഖ്യൻ പിണറായി തന്നെ ഗണേഷ് കുമാറിന്റെ ചെവിക്ക് പിടിച്ച് കറക്കി മൂലക്കിരുത്തി CPM-കാരനല്ലാത്ത കേരള കോൺഗ്രസുകാരനായ കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന പാർട്ടിയായ സംസ്ഥാനത്ത് ഏക MLA മാത്രമുള്ള ഗണേശന്റെ വാൽ മുഖ്യൻ തന്നെ മുറിച്ചു മാറ്റി. ചിലർ ഇങ്ങനെയാണ്, വിവാദങ്ങളില്ലെങ്കിൽ തങ്ങൾ ഇല്ലാതായി പോകുമെന്ന് വിശ്വസിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും ഏജന്റുമാരുടെയും മാഫിയ ഉണ്ടെന്നും ഈ മാഫിയ സംഘവും ചില ഗവൺമെന്റ് തല ഉദ്യോഗസ്ഥരും ചേർന്ന് RTO ഓഫീസുകളിൽ നിന്ന് 3 കോടിയിൽ അധികം രൂപയുടെ വെട്ടിപ്പ് നടത്തി എന്നതുമാണ് മന്ത്രിയുടെ പുതിയ വിവാദ കണ്ടെത്തൽ. മുൻപുണ്ടായതുപോലെ നിസ്സാരമായ ഒരു വിഷയമല്ല ഇത്. ഇങ്ങനെയൊക്കെ നടന്നുവെന്ന് മന്ത്രി തെളിയിക്കേണ്ടി വരും. അതിന് സാധിച്ചില്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോയി പഴയ MLA പോസ്റ്റിലേക്ക് പത്തനാപുരത്തേക്ക് വണ്ടി കയറുകയും ചെയ്യാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.